ഇതാണ് ആ മുതൽ റീഫ് 33 GCC ഒന്നാകെ ഭരിച്ചൊരു ഫ്രാഗ്രൻസാണ് റീഫ് 33ൻ്റെത്. നിങ്ങൾ ഈ ഒരു പെർഫ്യൂം സ്നിഫ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും സ്നിഫ് ചെയ്ത് കാണും. കാരണം ഈ ഒരു പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് ചെയ്യാത്ത ഒരു ബ്രാൻഡ് പോലും ഇന്നീ മാർക്കറ്റിലില്ല. വലിയ വലിയ ബ്രാൻഡ് പോലും ഈ ഒരു പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് കട്ടെടുത്ത് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ മുതൽ റീഫ് 33. ഇങ്ങനെയാണ് പ്രസൻറ്റേഷൻ വരുന്നുള്ളത്. അടിപൊളിയായിട്ടുള്ള പ്രസൻറ്റേഷനാണ്. ഈ ഒരു പെർഫ്യൂം നമ്മൾ സ്നിഫ് ചെയ്യുമ്പോൾ മറ്റേ ഡൂപ്സി ക്ലോ ഇൻസ്പയർഡൊക്കെ നമ്മൾ സ്നിഫ് ചെയ്ത പോലെയല്ല. ഈ ഒരു പെർഫ്യൂം നമ്മൾ സ്നിഫ് ചെയ്യുമ്പോൾ നമുക്കൊരു കുത്തലോ ഒരു സിന്തറ്റിക് വൈബോ ഒന്നും കിട്ടില്ല. നല്ലൊരു അടിപൊളി ഫ്രാഗ്രൻസ് ആണ് റീഫ് 33ൻ്റെത്. യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ലാസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ 12 ഹവേഴ്സൊക്കെ ലാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ 4 മണിക്കൂറൊക്കെ പ്രൊജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് ഏകദേശം ഒരു 10-12 സ്പ്രേ ചെയ്യുന്നുണ്ട്. 4 മണിക്കൂർ പ്രൊജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പെർഫ്യൂമിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ലെതർ, അനിമാലിക്, അതേപോലെ അരോമാറ്റിക്, ടൊബാക്കോ, വാം സ്പൈസി, ഫ്രഷ് സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി ഫ്രാഗ്രൻസ് ആണ് റീഫ് 33. ഈ ഒരു പെർഫ്യൂം ഉപയോഗിച്ചുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ക്ലോൺ എല്ലാവരും ഉപയോഗിച്ച് കാണും. ഈ ഒരു പെർഫ്യൂം ദ ഒറിജിനൽ വൺ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു പെർഫ്യൂം സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി.